സ്വിറ്റ്സർലാൻഡ് യാത്രയ്ക്ക് ശേഷം അടുത്തത് ഒരു മലേഷ്യൻ യാത്രയാണ്. അതിനു മുമ്പ് ഞാനും വൈഫും ഒരു ഹെയർ കട്ട് അങ്ങോട്ട് പാസ്സാക്കി. ഞങ്ങളുടെ ഹെയർ കട്ട് ചെയ്യുന്നത് കണ്ട് ഇവൾക്കും ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ ഹെയർ കട്ട് ചെയ്ത് അവളൊരു ഡോറയാക്കി മാറ്റി. പാക്കിംഗ് എല്ലാം മുന്നേ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് മാറി നേരെ കൊച്ചിയിലേക്ക് വിട്ടു. കൊച്ചിയിൽ ചെക്ക് ഇൻ ചെയ്ത് നേരെ നമ്മൾ ലോഞ്ചിലേക്ക്. ലോഞ്ചിൽ നിന്ന് വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാ ഫുഡും ട്രൈ ചെയ്ത് പാക്കേജ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിലൊരു വെപ്രാളത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ പാക്കേജ് ഞാൻ ഒരിക്കലും ചൂസ് ചെയ്യാറില്ല. ഞാൻ തന്നെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ട്രാവൽ പ്ലാൻ ചെയ്യാറ്. മലേഷ്യൻ യാത്രയ്ക്ക് വേണ്ടി പല ഫേമസ് ഏജൻസികളെ സമീപിച്ചപ്പോഴും അവരുടെ ഇറ്റിനറിയിൽ പല ഇമ്പോർട്ടന്റ് ഐറ്റംസും മിസ്സിംഗ് ആയിട്ട് തോന്നി. അതെല്ലാം നമ്മൾ നമ്മുടെ ട്രാവൽ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ സുഖമായിട്ട് മലേഷ്യ പ്ലാൻ ചെയ്ത് പോയി വരാം. ചെറുതായിട്ടൊന്ന് മയങ്ങി എഴുന്നേറ്റപ്പോഴും നേരം വെളുത്തു, നല്ലൊരു വ്യൂവും കിട്ടി. എന്നിട്ട് നമ്മൾ മലേഷ്യയിൽ ലാൻഡ് ചെയ്തു. വെൽക്കം ടു മലേഷ്യ. നോർമലി എല്ലാ ഹോട്ടലുകളിലും ചെക്കിങ് അറൗണ്ട് ഒരു 3 o'clock നമ്മുടെ ഹോട്ടലിലും 3 o'clock ചെക്കിങ്. ഫ്ലൈറ്റ് ഇറങ്ങിയത് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ സ്ലീപ്പിംഗ് ബോർഡുകൾ അവൈലബിൾ ആയതുകൊണ്ട് നമ്മളൊരു സ്ലീപ്പിംഗ് ബോർഡ് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്ലീപ്പിംഗ് ബോർഡ്. പക്ഷെ ഒരു അമളി പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 to 6 hours അവർ ഞങ്ങൾക്ക് 2 പേർ കൂടി ചാർജ് ചെയ്തത് 4,000 rupees ആണ്. മലേഷ്യയിൽ ബാക്കി കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇത്തിരി കൂടുതലാണ്. ബട്ട് എനിവേ ആ ഒരു ദിവസം ഫ്രഷ് ആയി തുടങ്ങാമല്ലോ എന്നുള്ളതിൽ 2 കൽപ്പിച്ച് നമ്മൾ അതെടുത്തു. ഉറക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്രാബ് എടുത്ത് ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിൽ പോകുന്ന വഴി തന്നെ നമ്മുടെ ടിൻ ടവറും കാര്യങ്ങളെല്ലാം കണ്ടു തുടങ്ങി. നമ്മളെടുത്ത ഹോട്ടൽ ടിൻ ടവറിന്റെ വളരെ അടുത്തായിരുന്നു. അപ്പോൾ അടുത്ത വിശേഷം അടുത്ത ഷോർട്ട് സ്റ്റോറിയിൽ കാണാം. ജസ്റ്റ് പോണ്ട വിത്ത് നിധി.